ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ട് ലൈവ് ക്ലാസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ക്ലാസ്സാണ് നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് SSLC പരീക്ഷയ്ക്ക് പല കുട്ടികൾക്കും വളരെ പേടി ഉളവാക്കുന്ന ഒന്നാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ എഡിറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഏതൊക്കെ ഭാഗങ്ങളാണ് വരിക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൽ നമുക്ക് ഫുൾ മാർക്കും മേടിക്കാൻ കഴിയും, യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് ലൈവ് ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് ചോദിക്കുക. എല്ലാവർക്കും ഇന്നത്തെ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആറാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എഡിറ്റിംഗ് ചോദ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ച് ഗ്രാമർ ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്നത്തേത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും മേടിക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ് എഡിറ്റിംഗ്. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓൺലൈനിൽ പല എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് തയ്യാറാക്കിയ മെറ്റീരിയൽസിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ തുടങ്ങാം. ഇന്ന് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. എഡിറ്റിങ്ങിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുക? അപ്പോൾ നമുക്കറിയാം, എഡിറ്റിങ്ങിൽ സാധാരണ വരാറുള്ളത് ടെൻസ് പരമായിട്ടുള്ള ടെൻസുമായി ബന്ധപ്പെട്ട ചില മിസ്റ്റേക്സ് വരാം. വേർഡ് ഓർഡറുമായി ബന്ധപ്പെട്ട ചില മിസ്റ്റേക്സ് വരാറുണ്ട്. അതുപോലെ ആർട്ടിക്കിളുടെ തെറ്റായ യൂസേജ് ഒക്കെ കൊടുത്തിട്ട് നമ്മളോട് അത് കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ച് ഇവിടെ ഒരു മെറ്റീരിയൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. അതിനുശേഷം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അത് തെറ്റായി വന്നത്, എന്താണ് അതിൻ്റെ ശരി ഉത്തരം, എന്ത് കാരണം കൊണ്ടാണ് അത് തെറ്റായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയും. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് ഓഫ് എ പാരഗ്രാഫ് ക്യാൻ ബി ഡൺ ഓൺ 4 ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. പ്രധാനമായും 4 ലെവലിലുള്ള മിസ്റ്റേക്സാണ് നമുക്ക് എഡിറ്റിങ്ങിൽ കറക്റ്റ് ചെയ്യാനുള്ളത്. ഏതൊക്കെ ലെവലിലുള്ളതാണ്? പങ്ക്ച്വേഷൻ, അതായത് പങ്ക്ച്വേഷൻ മാർക്സ് ചിലപ്പോൾ തെറ്റായിട്ട് കൊടുക്കാം. പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ സ്റ്റോപ്പ്, കോമ, അതുപോലെ ക്യാപിറ്റലൈസേഷൻ, കോളൺ, സെമി കോളൺ, എക്സ്ക്ലമേഷൻ മാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് പങ്ക്ച്വേഷൻ മാർക്സ്. അപ്പോൾ പങ്ക്ച്വേഷൻ മാർക്സ്, തെറ്റായ പങ്ക്ച്വേഷൻ മാർക്സ് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ വരാം. ഓക്കെ, അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാധനമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. പലതവണ വായിക്കുമ്പോൾ പല വാക്കുകളുടെയും സ്പെല്ലിങ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്രാമർ ഉണ്ടാവും. ആൻഡ് തീം. വെൻ വി തിങ്ക് ഓഫ് ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് ഇൻ ടെൻസ് വി മേ ലുക്ക് ഫോർ ദ ഫോളോയിങ്. അപ്പോൾ ഈ ടെൻസ് സംബന്ധമായിട്ട് സാധാരണ വരാറുള്ള മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യൂണിവേഴ്സൽ ഫാക്ട്സ്, ഹാബിച്വൽ ആക്ഷൻസ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ എല്ലായിടത്തും സത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് ആ ഒരു സെൻറ്റൻസ് എഴുതേണ്ടത് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കോവിഡ് ഈസ് എ പാൻഡമിക്. മാസ്ക് ആർ പ്രൊട്ടക്റ്റീവ്. വി വെയർ മാസ്ക് ഡെയിലി. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷനാണ് അതിൽ അവസാനത്തെ കൊടുത്തിരിക്കുന്നത്. വി വെയർ മാസ്ക് ഡെയിലി. എല്ലാ ദിവസവും നമ്മൾ മാസ്ക് ധരിക്കുന്നു. മറ്റേതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്ഷൻ, അതായത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന
തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസ്, ആർ, ആം പ്ലസ് വെർബ് പ്ലസ് ING. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീത ഈസ് വെയറിങ് മാസ്ക്, ഐ ആം വെയറിങ് മാസ്ക്, ഓൾ പീപ്പിൾ ആർ വെയറിങ് മാസ്ക്. അപ്പോൾ ഇവിടെ സീത ഈസ് വെയറിങ് എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലും ഹാസ് വയറിങ്ങോ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്സ് നമ്മുടെ ഈ ഒരു എഡിറ്റിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഈസ്, ഓർ ആർ, ഓർ ആം പ്ലസ് വെർബ് പ്ലസ് ING എന്നുള്ള ഫോം തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇന്ത്യ സ്റ്റാർട്ടഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ലാസ്റ്റ് ഇയർ. അതുപോലെ തന്നെ പാസ്റ്റിൽ പണ്ട് കാലത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷൻ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ വാസ് ഓർ വെയർ പ്ലസ് ING ഫോം നമ്മളവിടെ ഉപയോഗിക്കും. ഐ വാസ് ഫോളോവിങ് കോവിഡ് പ്രോട്ടോകോൾ ലാസ്റ്റ് ഇയർ. All people were following COVID protocol last year. അതുപോലെ തന്നെ റീസെൻറ്റ് പാസ്റ്റ് ഇവൻറ്റ്സ് വിത്ത് കറൻറ്റ് ഇഫക്റ്റ്. നേരത്തെ കഴിഞ്ഞൊരു കാര്യം പക്ഷേ ഇപ്പോൾ പ്രാധാന്യമുള്ള ഒരു കാര്യം ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ദ ഗവൺമെൻറ് ഹാസ് ഗിവൺ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞത് സബ്ജക്റ്റ് ടു വെർബ് എഗ്രിമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റും അതായത് ആ ഒരു സെൻറ്റൻസിൻ്റെ കർത്താവും ക്രിയ വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. എന്താണ് ഈ എഗ്രിമെൻറ്റ്? സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ വെർബും ഏകവചനമായിരിക്കും. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ വെർബും ബഹുവചനം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ പറയുന്നു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ നമ്മൾ നോക്കുക, സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഹാസ് എന്നും സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ഹാവ് എന്നും ഉപയോഗിക്കുക. ഇനി പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഒന്നുമില്ല, ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് ഹാസ്, ഹാവ്, ഹാഡ്. ഇതിന് ശേഷം നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക. അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഇനി ഫ്യൂച്ചർ ഇവൻറ്റ്സ്, വരാൻ പോകുന്ന കാര്യങ്ങൾ, അവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ എപ്പോഴും നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ പ്ലസ് V1, ഷാൾ പ്ലസ് V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ ഉപകരിക്കും. ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യുക. കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ എഴുതി വെച്ചിട്ടില്ല, നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഹാസ്, ഹാവ്, ഹാഡ് ഈ 3 വാക്കുകൾക്ക് ശേഷം നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം അതായത് V3 ആണ് ഉപയോഗിക്കുക. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് എഴുതി വെക്കാൻ പറയുന്നത്. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് ഈ 3 എണ്ണത്തിന് ശേഷവും വെർബിൻ്റെ മൂന്നാമത്തെ രൂപം അല്ലെങ്കിൽ V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഓക്സിലറി വെർബ്സ്. അതിനുശേഷം നമ്മളെപ്പോഴും V1 ആണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഡു, ഡസ്, ഡിഡ് ഇതിന് ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളത് എഴുതി വെക്കുക, ഡു, ഡസ്, ഡിഡ്. ഇതിന് ശേഷം വെർബിൻ്റെ ഒന്നാമത്തെ ഫോം അല്ലെങ്കിൽ V1 ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ വിൽ, ഷാൾ, ക്യാൻ, മേ, മൈറ്റ്,
could, would ഇങ്ങനെ വരുന്ന ഓക്സിലറീസിന് ശേഷം V1 ആണ് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ to എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. വൈകിപ്പോയാലൊന്നും വിഷമിക്കേണ്ട. ഇതിന് ശേഷം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വന്നിട്ടുള്ള ആളുകൾ ഇവിടെ മുതലുള്ള ഭാഗം ശ്രദ്ധിക്കുക. കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഹാസ്, ഹാവ്, ഹാഡ്, ഇതിന് ശേഷം V3 ഉപയോഗിക്കുക. അതുപോലെ വിൽ, ഷാൾ, ക്യാൻ, വുഡ്, കുഡ്, ഷുഡ്, മേ, മൈറ്റ് തുടങ്ങിയ ഓക്സിലറി വെർബിന് ശേഷം V1 ഉപയോഗിക്കുക. ടു എന്നുള്ള വാക്കിന് ശേഷം V1 ഉപയോഗിക്കുക. ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് വേഗം തന്നെ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് പറയുക. അപ്പോൾ ആ ഒരു ഫയലിൽ അത് പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാ ഈ ഒരു ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇറ്റ് വാസ് April afternoon and the warm breezes of summer approaching had sent everyone, including grandfather, indoors. I was feeling drowsy. അല്ലേ, ഇതാണ് ചോദ്യം. ഇപ്പോൾ തന്നെ ഉത്തരങ്ങൾ നോക്കണ്ട. ഉത്തരങ്ങൾ നോക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണത് വന്നതെന്നുകൂടി പറയണം. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് ഏപ്രിൽ എന്നുള്ള അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് അവിടെയുള്ള മിസ്റ്റേക്ക്? അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്ത് അറിയിക്കുകയാണ്. ഇവിടെയുള്ള മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ ഏപ്രിൽ എന്ന് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏപ്രിൽ എന്ന് എഴുതിയത് ചെറിയ സ്മോൾ ലെറ്ററാണ് എ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റലൈസേഷൻ, അതായത് ഏതെങ്കിലും വ്യക്തികളുടെ പേര്, ആളുകളുടെ പേര്, സ്ഥാപനങ്ങളുടെ പേര്, രാജ്യങ്ങളുടെ പേര്, യെസ് അനുസരി കറക്റ്റായിട്ട് പറഞ്ഞു, രാജ്യങ്ങളുടെ പേര്, മാസങ്ങളുടെ പേര് ഒക്കെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ എഴുതണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് അതാണ്. ഏപ്രിൽ എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ, ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അത് ഏത് മാസത്തിൻ്റെ പേര് എഴുതുകയാണെങ്കിലും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ, യെസ് കറക്റ്റ്. അപ്പോൾ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് സമ്മർ അപ്രോച്ചിങ്, ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഇവിടെ വേർഡ് ഓർഡറിലുള്ള മിസ്റ്റേക്കാണ്. അതായത് രണ്ട് വാക്കുകൾ കൊടുത്തിരിക്കുന്നു. ഈ രണ്ട് വാക്കുകളും അതിൻ്റെ ഓർഡർ കറക്റ്റ് അല്ല. രണ്ടാമത് വരേണ്ട കാര്യമാണ് ആദ്യം വന്നിരിക്കുന്നത്, ആദ്യം വരേണ്ട കാര്യം രണ്ടാമതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും സമ്മർ അപ്രോച്ചിങ് എന്നല്ല, അപ്രോച്ചിങ് സമ്മർ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സമ്മർ അപ്രോച്ചിങ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അപ്രോച്ചിങ് സമ്മർ had sent everyone, including grandfather, indoors. ഇൻഡോർസ് എന്നാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്, ഇൻഡോർ എന്നല്ല, ഇൻഡോർസ്. അടുത്ത മിസ്റ്റേക്ക് എന്താണ്? ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഡ്രൗസി എന്ന് വെച്ചാൽ സ്ലീപ്പി, ഉറക്കം വരിക എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇവിടെ സ്പെല്ലിംഗ് ഇതല്ല, DROUSY അല്ല, DROWSY ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഒന്ന് ക്യാപിറ്റലൈസേഷനാണ്, ഒന്ന് വേർഡ് ഓർഡറാണ്, ഒന്ന് റോങ് വേർഡാണ്, അടുത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഈ 4 മിസ്റ്റേക്കാണ് ഈ ഒരു ഉദാഹരണത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് പോകാം. ആൻസർ ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ അത് എന്താണെന്നുള്ളത് പറയുക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. അത് ഉത്തരം വന്നു തുടങ്ങി. About 10 o'clock, I have my meal at the restaurant and returned to my room. I heard a noise above from as I opened the door. The sound was a familiar one. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് ആ മിസ്റ്റേക്ക് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫിൻ്റെ ടെൻസ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഒന്നുകിൽ അത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യും? അതിന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ മിസ്റ്റേക്ക് ഇല്ലാത്ത ഒരു സെൻറ്റൻസ് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ ഇവിടെ ഐ ഹാവ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺഡ് ടു മൈ റൂം. ഐ ഹേർഡ്, ഇതൊന്നും മിസ്റ്റേക്ക് ഇല്ലാത്ത ഭാഗങ്ങളാണ്. റിട്ടേൺഡ് എന്നുള്ളത് ആണ് ഇവിടെ ഹേർഡ് എന്നാണ്. ഈ രണ്ട് സ്ഥലത്തും പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ദ സൗണ്ട് വാസ്, അവിടെയും പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ മൊത്തമായിട്ട് ഈ ഒരു പാരഗ്രാഫിൻ്റെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒന്നാമത്തതിൻ്റെ ഉത്തരം കിട്ടും. ഇത് പ്രസൻറ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്, അതാണ് അവിടെ മിസ്റ്റേക്ക്. കാരണം ഈ ഒരു പാരഗ്രാഫിൻ്റെ മുഴുവൻ ടെൻസ് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാക്കുകളൊക്കെ നമ്മൾ മാറ്റി പാസ്റ്റ് ഫോമിലേക്ക് ആക്കണം. അപ്പോൾ ഇറ്റ് ഈസ് എ ഹോട്ട് സമ്മർ എന്നുള്ളത് എന്താക്കണം? ഇറ്റ് ഈസ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് എബൌട്ട് 10 o'clock. ഐ ഹാവ് എന്ന് പറയുന്നത് വീണ്ടും പ്രസൻ്റാണ്, നമ്മൾ പാസ്റ്റാക്കി മാറ്റണം. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഇനി അപ്പോൾ ഇവിടെ രണ്ടും ടെൻസിൻ്റെ മിസ്റ്റേക്കാണ്. ആദ്യം രണ്ടും നമ്മൾ കറക്റ്റ് ചെയ്തു. രണ്ടാമത്തതും പ്രസൻ്റ് ആയിരുന്നു, രണ്ടും പാസ്റ്റാക്കി മാറ്റി. അപ്പോൾ ഒന്നാമത്തത് വാസ്, രണ്ടാമത്തത് ഹാഡ്. ഇനി മൂന്നാമത്തത് എന്താണ് മിസ്റ്റേക്ക്? നോയ്സ് എബവ് ഫ്രം. ഐ ഹേർഡ് എ നോയ്സ് എബവ് ഫ്രം. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? നോയ്സസ് അല്ല അനുശ്രീ. ഇവിടെയുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വേർഡ് ഓർഡറാണ്. ഇവിടെ നോയ്സ് എബവ് ഫ്രം എന്നല്ല, നോയ്സ് ഫ്രം എബവ് എന്നാണ് വേണ്ടത്. ആ വേർഡ് ഓർഡർ മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, ടെൻസ് സംബന്ധമായിട്ടുള്ള മിസ്റ്റേക്സ് വരും, വേർഡ് ഓർഡർ മിസ്റ്റേക്ക് ഒരെണ്ണം ഉണ്ടാവും, അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരെണ്ണം പരീക്ഷയ്ക്ക് ഉറപ്പാണ്, SLC പരീക്ഷയ്ക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ഈ ഒരു മിസ്റ്റേക്ക് എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. അപ്പോൾ ഇവിടെ വേർഡ് ഓർഡറാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ഇവിടെ എന്താണ് പ്രശ്നം? ഫെമിലിയർ എന്നുള്ളത് വായിക്കുന്ന സമയത്ത് ഫെമിലിയർ എന്നൊക്കെ വരുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഫെമിലിയർ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല, FAMILIAR എന്നാണ്. യെസ്, FAMILIAR. നമുക്ക് നോക്കാം, ഉത്തരങ്ങൾ നോക്കാം. സ്വാലിഹിൻ്റെ സ്പെല്ലിംഗ് ഇനിയും ശരിയായിട്ടില്ല. ഫെമിലിയർ, FAMILIAR, ഇതാണ് സ്പെല്ലിങ്. അപ്പോൾ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, കറക്റ്റ് ആക്കണം. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് എബൌട്ട് 10 o'clock. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദി restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar, FAMILIAR. അപ്പോൾ ഈ ഒരു ഉദാഹരണം കൂടി നമ്മൾ നോക്കാം. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ നമ്മൾ കുറേ ഗ്രാമർ റൂളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് നമ്മൾ കറക്റ്റ് ചെയ്തത്. എന്നാൽ പ്രത്യേകിച്ച് ഒരു ഗ്രാമർ റൂളും പഠിക്കാതെ തന്നെ ഇതിൻ്റെ ഉത്തരം നമുക്ക് ശരിയായിട്ട് കിട്ടും. എന്താ ചെയ്യേണ്ടത്? നമുക്ക് 4 പ്രോസ് ലെസൺസ് ആണുള്ളത്, അല്ലേ? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, പ്രൊജക്റ്റ് ടൈഗർ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, അതുപോലെ തന്നെ 4 പാഠങ്ങളാണ് നമുക്ക് ഉള്ളത്. സ്നേക്ക് ആൻഡ് ദ മിറർ. ഈ 4 പാഠങ്ങൾ നിങ്ങൾ പലതവണ വായിക്കുക. ഈ 4 പാഠങ്ങളിലെ ആ ഒരു പാരഗ്രാഫുകളിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫാണ് പരീക്ഷയ്ക്ക് എഡിറ്റിങ്ങിന് വരിക. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഈ പാഠങ്ങൾ 4-5 തവണ വായിച്ച ഒരു കുട്ടിക്ക് ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിങ്ങനെയല്ലല്ലോ ടെക്സ്റ്റ് ബുക്കിൽ ഈ വാക്കല്ലല്ലോ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് ഇതല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരികയും എല്ലാത്തിൻ്റെയും ശരി ഉത്തരം ഒറ്റയടിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് 4 പ്രോസ് ലെസൺസ്, 4 ഗദ്യഭാഗങ്ങൾ പലതവണ വായിക്കുക. അതിൽ നിന്ന് ഒരു പാരഗ്രാഫാണ് എഡിറ്റിങ്ങിന് വരിക. അപ്പോൾ നമുക്ക് ഗ്രാമർ ഒന്നും പഠിക്കാതെ തന്നെ ആ ഫുൾ മാർക്കും മേടിക്കാൻ കഴിയും, ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഓർമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 3ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെയും എഡിറ്റിംഗ് ആണ്. ഓൾ അസ് ഓഫ് ആർ ഗോയിങ് ടു അപ്പിയർ ഫോർ SSLC എക്സാമിനേഷൻ.
COVID-19 has raised a lot of challenges to us, but it can't destroy our spirit. Now we have become more confident instead. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്സ്? ആദ്യത്തെ ശരിയാണ്. ഓൾ അസ് ഓഫ് എന്ന് നമ്മൾ പറയാറില്ല, നമ്മൾ പറയുക ഓൾ ഓഫ് അസ്. ഓൾ ഓഫ് അസ്. അപ്പോൾ അവിടെ വേർഡ് ഓർഡർ മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കുക. ഓൾ ഓഫ് അസ് ആർ ഗോയിങ് ടു അപ്പിയർ ഫോർ SSLC എക്സാമിനേഷൻ. ഫുൾ സ്റ്റോപ്പ്. COVID-19. യെസ്. അപ്പോൾ ഇവിടെ മൊത്തം വലിയ അക്ഷരം വേണമെന്നുണ്ടോ? മൊത്തം വലിയ അക്ഷരം വേണമെന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പുതിയൊരു സെൻറ്റൻസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരമായിരിക്കണം. പിന്നെ എന്തെങ്കിലും പേരുകളുടെയൊക്കെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം ആയിരിക്കണം. അപ്പോൾ COVID-19 എന്നുള്ളത് സി ഒരിക്കലും നമ്മൾ ചെറിയ അക്ഷരം എഴുതാറില്ല, ക്യാപിറ്റൽ ലെറ്ററാണ്. COVID-19 ഹാസ് റേസ്ഡ് എ ലോട്ട് ഓഫ് ചലഞ്ച് ടു അസ്, ബട്ട് ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് അവർ സ്പിരിറ്റ്. അപ്പോൾ ക്യാൻഡ് എന്നുള്ളത് അവിടെ എന്താണ്? തെറ്റെന്താണ്? എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക്? അപ്പോൾ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ആ ഒരു സ്പിരിറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ നമ്മൾ പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ് കുഡ് നോട്ട് ഡിസ്ട്രോയ് അവർ സ്പിരിറ്റ്. അപ്പോൾ പാസ്റ്റ് ടെൻസാണ് അവിടെ വേണ്ടത്. അടുത്ത മിസ്റ്റേക്ക് എന്താണ്? നൗ വി ഹാവ് ബിക്കം മോർ കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ് എന്നുള്ളിടത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് ആ മിസ്റ്റേക്ക്? സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, കുഡിൻറ്റ് കറക്റ്റാണ്. അടുത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഇതാണോ? CONFIDANT. ഇതാണോ കോൺഫിഡൻറ്റ് എന്നുള്ള സ്പെല്ലിംഗ്? അല്ല, CONFIDENT ആണ് കോൺഫിഡൻറ്റ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള മിസ്റ്റേക്സ്. യെസ്, കറക്റ്റാണ്. ഓൾ ഓഫ് എസ്. എ ഓൾ ഓഫ് എസ് ആണ്. B COVID-19. C ക്യാപിറ്റൽ ലെറ്റർ ആണ്. അടുത്തത് കുഡിൻ്റ് ആണ്. അടുത്തത് കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് പറയുക. എന്തുകൊണ്ടാണ് അത് വന്നതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാൻ പോവുകയാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെ എഡിറ്റിങ്ങിൽ സാധാരണ വരാറുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെറ്റീരിയലിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് സാധാരണ എഡിറ്റിങ്ങിൽ വരാറുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, അതായത് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ആ ബന്ധം കറക്റ്റായിരിക്കണം. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ വെർബും ഏകവചനമായിരിക്കണം. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ വെർബും ബഹുവചനമായിരിക്കണം. അടുത്തത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, റിലേറ്റീവ് പ്രോനൗൺ. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേറ്റീവ് ക്ലോസിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺ ആണ്. അതായത് ഹൂ, വിച്ച്, വെയർ, ദാറ്റ് എന്നൊക്കെയുള്ള ആ ഒരു പ്രോനൗൺ. അപ്പോൾ ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രോനൗൺ എന്ന് പറയുന്നത് ഹൂ എന്നാണ്. എന്നാൽ മനുഷ്യനല്ലാത്ത മറ്റ് ജീവികളോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളോ ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ ആണ് ഉപയോഗിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മനുഷ്യനാണെങ്കിൽ, ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കും. മറ്റ് വസ്തുക്കളാണെങ്കിൽ ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കും. അതുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. അടുത്തത് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അടുത്തത് ആർട്ടിക്കിളാണ് എ ആൻഡ് ദ. ഈ മൂന്ന് ആർട്ടിക്കിളിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഏത് നൗണിൻ്റെ മുമ്പാണ് ആർട്ടിക്കിൾ ചേർക്കേണ്ടത് അതിനനുസരിച്ചാണ് ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വവൽ സൗണ്ട് ആണെങ്കിൽ A, E, I, O, U ഇതിൽ തുടങ്ങുന്ന ഒരു നൗൺ ആണെങ്കിൽ നമ്മളെപ്പോഴും ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. ബാക്കിയുള്ള എല്ലാ ശബ്ദത്തിലും തുടങ്ങുന്ന വാക്കുകളുടെ മുൻപും എ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു വസ്തു ഏതാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ദ എന്ന് ഉപയോഗിക്കുന്നു. പിന്നെ പ്രിപ്പോസിഷനാണ് ഇൻ, ഓൺ അങ്ങനെയൊക്കെയുള്ള പ്രിപ്പോസിഷൻ, പ്രോനൗൺസ്, പങ്ക്ച്വേഷൻ മാർക്സ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ.
അല്ലേ? അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യെസ്, അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാം. അതുപോലെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് ഈസ് ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ. ആ പ്രവൃത്തി ചെയ്യുന്നത്, ആ ക്രിയ ചെയ്യുന്നത് ആ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. എന്നാൽ പാസീവ് ഫോമിൽ സബ്ജക്റ്റ് അല്ല, അവിടെ ഒബ്ജക്റ്റാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. പിന്നെ ഇഫ് ക്ലോസ് ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കൺജങ്ഷൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിസ്റ്റേക്സാണ് എഡിറ്റിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എടുത്ത് കാണുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള ഒരു പാരഗ്രാഫാണ്. എന്തൊക്കെയാണ് ഇവിടെയുള്ള മിസ്റ്റേക്സ്, എന്തുകൊണ്ടാണ് അത് മിസ്റ്റേക്സ് ആവുന്നത്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അഡിച്ചായ് കെയിം for a conventional middle class family. Her father was a professor and her mother was a administrator. She grew up on a university campus in Nigeria. They have a boy named Fide for domestic help. The only thing Adichai knew about Fide was that his family were very poor. അപ്പോൾ ഇവിടെ ഉള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? മിസ്റ്റേക്സ് എ, ബി, സി, ഡി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണെന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഉത്തരങ്ങൾ അറിയിക്കാം. ഇവിടെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണ്? അഡിച്ചായ് കെയിം ഫോർ എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലി. ഇവിടെയുള്ള മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫോർ എന്ന വാക്ക് ശരിയാണോ? അല്ല. യെസ്, അമൃത പറഞ്ഞതാണ് ശരി. അഡിച്ചായ് കെയിം ഫ്രം എ കൺവെൻഷൻ, ഫ്രം ആണ്, ഫോർ അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്, ഫ്രം ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അഡിച്ചായ് കെയിം ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് ഫാമിലി. ഹെർ ഫാദർ വാസ് എ പ്രൊഫസർ ആൻഡ് ഹെർ മദർ വാസ് എ അഡ്മിനിസ്ട്രേറ്റർ. അവിടെ എന്താണ് പ്രശ്നം? എ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് ശരിയല്ല. കാരണം അവിടെ ആ ആർട്ടിക്കിൾ അല്ല ഉപയോഗിക്കേണ്ടത്. എ, ഇ, ഐ, ഒ, യു വവൽ സൗണ്ടിൽ തുടങ്ങുന്ന ഒരു നൗണിന് മുൻപ് ആൻ എന്നുള്ള ആർട്ടിക്കിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അഡ്മിനിസ്ട്രേറ്റർ എ എന്നുള്ളതിലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളവിടെ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആൻ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, കറക്റ്റാണ്, എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു. ഷീ ഗ്രൂ അപ്പ് ഓൺ എ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇൻ നൈജീരിയ. ദേ ഹാവ് എ ബോയ്. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഇവിടെ ഈ ഒരു പാരഗ്രാഫിൻ്റെ മൊത്തം ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ ഇവിടെ ഹാവ് ഉപയോഗിക്കാൻ കഴിയില്ല, അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ ഏതാണ് വരിക? ദേ ഡാഷ് എ ബോയ് നെയിംഡ് ഫിദെ ഫോർ ഡൊമസ്റ്റിക് ഹെൽപ്പ്. അപ്പോൾ ദേ ഹാഡ് എ ബോയ് നെയിംഡ് ഫിദെ ഫോർ ഡൊമസ്റ്റിക് ഹെൽപ്പ്. അപ്പോൾ സി അവിടെ ഹാഡാണ് ഉപയോഗിക്കേണ്ടത്. The only thing, okay, correct. The only thing Adichai knew about Fide was that his family were very poor. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? His family were very poor. ഇവിടെയാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക്. ഹിസ് ഫാമിലി എന്ന് പറയുന്നത് സിംഗുലറാണ്. അപ്പോൾ വെർബും സിംഗുലർ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ വേർ എന്നുള്ളത് ബഹുവചനമാണ്. ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഇവിടെ ഹിസ് ഫാമിലി വാസ് വെരി പുവർ. ഹിസ് ഫാമിലി വേർ വെരി പുവർ അല്ല. അല്ലെങ്കിൽ ഫാമിലീസ് എന്നാണ് സബ്ജക്റ്റ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേർ ഉപയോഗിക്കാം. ബഹുവചനത്തിന് ബഹുവചനം തന്നെ ഉപയോഗിക്കണം. ഇവിടെ ഏകവചനമാണ് ഹിസ് ഫാമിലി. അപ്പോൾ വേറല്ല, വാസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഹിസ് ഫാമിലി വാസ് വെരി പുവർ. അപ്പോൾ നിങ്ങൾ കുറേ ആളുകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി എഡിറ്റിങ്ങിൻ്റെ മറ്റൊരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂം മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ദർ വാസ് നോ മോർ സൗണ്ട്സ് ഫ്രം എബവ്. സഡൻലി ദർ കെയിം എ ഡൾ thud as if a rubber tube had fell to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned when a fat snake wriggled over the back of the chair and landed on my shoulder. Okay, ഇവിടെ ഒന്നാമത്തത്
ഈ ഒരു പാരഗ്രാഫിൻ്റെ ടെൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ്, ആദ്യത്തെ വെർബും പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഐ റെസ്യൂംഡ്, ആദ്യത്തെ റെസ്യൂം അല്ല, റെസ്യൂം V1 ആണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ V2 ഉപയോഗിക്കണം. ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അടുത്തത് there was no more sounds. അവിടെ ബഹുവചനമാണ്. നോ മോർ സൗണ്ട്സ് എന്നുള്ളത് ബഹുവചനമാണ്. അപ്പോൾ അവിടെ there was അല്ല, അവിടെ വെർബും ബഹുവചനമായിരിക്കണം. അപ്പോൾ there were was എന്നുള്ളതിൻ്റെ ബഹുവചനം were, WERE. There were no more sounds from above. Suddenly there came a dull thud. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ there എന്നുള്ളത് തെറ്റാണ്. there എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. there, THEIR, there എന്ന് പറഞ്ഞാൽ അവരുടെ എന്നാണ് അർത്ഥം. അവിടെ എന്നർത്ഥം വരുന്ന വാക്കും there എന്നാണ്. പക്ഷേ സ്പെല്ലിംഗ് ഇതല്ല, അതിൻ്റെ സ്പെല്ലിംഗ് THERE ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട വാക്ക് THEIR അല്ല, THERE. There came a dull thud as if a rubber tube had fell. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഡി എന്താണ് മിസ്റ്റേക്ക്? ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാസ്, ഹാവ്, ഹാഡ്. ഇതിന് ശേഷം നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ as if a rubber tube had fell, fall, fell, fallen. ഇതാണ് അതിൻ്റെ 3 ഫോംസ്, V1, V2, V3. അപ്പോൾ ഹാഡിന് ശേഷം നമ്മൾ V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫെൽ അല്ല, ഫോൾ അല്ല, ഫോളൻ, FALLEN, ഫോളൻ. എ റബ്ബർ ട്യൂബ് ഹാഡ് ഫോളൻ. അപ്പോൾ ഫോളൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്, നോ സൂണർ ഹാഡ് ഐ ടേൺഡ് വെൻ. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? നമ്മൾ സാധാരണ നോ സൂണർ ദാൻ എന്ന് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടന്ന രണ്ട് കാര്യങ്ങളിൽ ആദ്യം നടന്ന കാര്യം പറയാൻ നമ്മൾ ദാൻ, നോ സൂണർ ദാൻ എന്നാണ് അതിന് ഉപയോഗിക്കുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ. നോ സൂണർ വെൻ അല്ല, നോ സൂണർ ദാൻ. അപ്പോൾ നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ, വെൻ അല്ല വേണ്ടത്, അവിടെ റോങ് വേർഡാണ്. അവിടെ ദാൻ എന്നാണ് വേണ്ടത്. ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് റെസ്യൂംഡ്, രണ്ടാമത്തത് വെയർ, മൂന്നാമത്തത് THERE there, നാലാമത്തത് ഫോളൻ, FALLEN, ഫോളൻ, അഞ്ചാമത്തത് ദാൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അരുൺ, ഇപ്പം ലൈവിൽ 4 പേരേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ വിഷമിക്കേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ കണ്ടുകൊള്ളും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒക്കെ 600-700 ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ അതെടുത്ത് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവായിട്ടുള്ളവർ എനിക്കിതിനൊരു ഫീഡ്ബാക്കും ഒരു റിപ്ലൈ ഒക്കെ തരിക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, there are some errors in the passage. The errors are underlined. Edit them. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല, ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. Another lovely thought struck me. I would got married to woman doctor who have plenty of money and a good medical practice. She had to be fat for a valid reason. If I made some mistake and needs to run away, she should not be able to run after me. അപ്പം ഞാൻ ടൈപ്പ് ചെയ്ത സമയത്ത് വന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഈ മിസ്റ്റേക്കിൽ കൂട്ടണ്ട. ബാക്കിയുള്ള മിസ്റ്റേക്ക് എന്തൊക്കെയാണ്? ഐ വുഡ് ഗോട്ട് മാരീഡ് ടു എ വുമൺ. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു വിൽ, ഷാൾ, ക്യാൻ, മേ, മൈറ്റ്, അതിൻ്റെ പാസ്റ്റ് ഫോംസായ വുഡ്, കുഡ്, ഷുഡ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് ശേഷം നമ്മളെപ്പോഴും V1 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഐ വുഡ് ഗോട്ട് മാരീഡ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഗോട്ട്, ഗെറ്റ്, ഗോട്ട്. അവിടെ ഗോട്ട് എന്നുള്ളത് V2 ആണ്. അപ്പോൾ ഇവിടെ ഈ വുഡിന് ശേഷം
ഗെറ്റ് അല്ല V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഗെറ്റ് എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹൂ ഹാവ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? ഹൂ ഹാവ് എന്നുള്ള ഇവിടെ എന്താണ് പ്രശ്നം? ഓക്കെ, ഗെറ്റ് കറക്റ്റാണ്. രണ്ടാമത്തത് ഹൂ ഹാവ് പ്ലെൻറ്റി ഓഫ് മണി. ഇവിടെയുള്ള മിസ്റ്റേക്ക് എന്താണ്? ഞാൻ പറഞ്ഞു ഈ ഒരു പാരഗ്രാഫ് മൊത്തം പാസ്റ്റ് ടെൻസിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഹാവ് അല്ല ഉപയോഗിക്കേണ്ടത്, ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഈ ഒരു പാരഗ്രാഫിൻ്റെ മൊത്തം ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഹൂ ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അപ്പോൾ ബി ഹാഡ് ആണ്. ഓക്കെ, കറക്റ്റ്. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്, അത് കൂട്ടണ്ട. വാലിഡ് റീസൺ. ഇഫ് ഐ മെയ്ഡ് സം മിസ്റ്റേക്ക്. ഇവിടെ എന്താണ് പ്രശ്നം? ഐ മെയ്ഡ് സം മിസ്റ്റേക്ക്. ഈ വാക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിസ്റ്റേക്ക് എന്നുള്ള വാക്കിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് ഐ മെയ്ഡ് സം എന്ന് വെച്ചാൽ കുറച്ച്. അപ്പോൾ കുറച്ച് എന്നതിന് ശേഷം പ്ലൂറൽ ഫോം ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ഐ മെയ്ഡ് സം മിസ്റ്റേക്സ്. ഓക്കെ, ഒരു എസ് കൂടി ചേർക്കണം, മിസ്റ്റേക്സ്. ആൻഡ് നീഡ്സ് ടു റൺ അവേ. അവിടെ എന്താണ് പ്രശ്നം? നീഡ്സ് ടു റൺ അവേ എന്നുള്ളിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെയും ആ ഒരു ടെൻസ് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് ഇവിടെയും ഉള്ളത്. പാസ്റ്റ് ടെൻസാണ് ഇവിടെയും ആവശ്യം. അപ്പോൾ ആൻഡ് നീഡ്സ് ടു റൺ അവേ അല്ല, ആൻഡ് നീഡഡ് ടു റൺ അവേ. നീഡഡ് എന്നാണ് വേണ്ടത്, നീഡല്ല നീഡഡ്. പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ആൻഡ് നീഡഡ് ടു റൺ അവേ. ടൂവിന് ശേഷം എന്താണ്? V1 മാത്രമേ ഉപയോഗിക്കുള്ളൂ, റാൻ അവിടെ ഉപയോഗിക്കില്ല. അപ്പോൾ നീഡഡ്, യെസ്, അത് തന്നെയാണ് കറക്റ്റ്. ഇഫ് ഐ മെയ്ഡ് സം മിസ്റ്റേക്സ് ആൻഡ് നീഡഡ് ടു റൺ അവേ. ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റാൻ ആഫ്റ്റർ മീ. ഓക്കെ, അത് ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു. ടൂവിന് ശേഷം ഞാൻ പറഞ്ഞു V1 ആണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ്? റൺ, റാൻ, റൺ അല്ലേ? അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോട്ട് ഏബിൾ ടു റൺ ആഫ്റ്റർ മീ. റാൻ ആഫ്റ്റർ മീ അല്ല, റൺ ആഫ്റ്റർ മീ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓൺ ദ സെക്കൻഡ് ഡേ out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers were watching me close, following me with his gaze every time I passed. I wanted to resting. To avoid the tedium of casual and importunate shipboard contacts, I gave no sign of having noticed the man. Yes, ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? വളരെ എളുപ്പം നമുക്ക് പറയാം. ന്യൂയോർക്ക് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം അല്ലേ, ന്യൂ എന്നുള്ളതിൻ്റെ എന്നും യോർക്ക് എന്നുള്ളതിൻ്റെ വൈയും വലിയ അക്ഷരം ആയിരിക്കണം. ന്യൂയോർക്ക് കറക്റ്റാണ്. സ്വാലിഹ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യാം. എ എന്നുള്ളത് ന്യൂയോർക്ക്. ഓക്കെ. ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക് വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദ പ്രൊമനേഡ് ഡെക്ക് ഐ സഡൻലി ബിക്കം അവെയർ ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വെയർ വാച്ചിങ് മീ ക്ലോസ്ലി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് വൺ ഓഫ് ദ എന്ന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എപ്പോഴും ബഹുവചനമാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ആ സബ്ജക്റ്റ് ഏകവചനമാണ്. അപ്പോൾ വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് ഏകവചനമാണ്. ആ പാസഞ്ചേഴ്സിൽ ഒരാൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് എന്നുള്ള സബ്ജക്റ്റ് ബഹുവചനമല്ല, ഏകവചനമാണ്. അപ്പോൾ അവിടെ വെർബും ഏകവചനമായിരിക്കണം. യെസ്, കറക്റ്റാണ്. വൺ ഓഫ് ദി പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് മീ ക്ലോസ്. അവിടെ എന്താണ് ക്ലോസ് എന്നുള്ളതിൻ്റെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അവിടെ ഒരു അഡ്വേർബ് ക്രിയാവിശേഷണമാണ് വേണ്ടത്. ക്ലോസ് എന്നുള്ളത് ക്രിയാവിശേഷണമല്ല. ക്രിയാവിശേഷണം എന്ന് പറയുന്നത് ക്ലോസ്ലി. വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് മീ ക്ലോസ്ലി. ക്ലോസ് അല്ല, ക്ലോസ്ലി എന്നാണ് വേണ്ടത്. ഫോളോവിങ് മീ വിത്ത് ഹിസ് ഗേസ് എവറി ടൈം ഐ പാസ്റ്റ്. ക്ലോസ്ലി. ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. വന്ന ആളുകൾ നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. പെട്ടെന്ന് തന്നെ ആൻസർ പറയുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെ ചിലപ്പോൾ SLC പരീക്ഷയ്ക്കും വരും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുക. വാച്ചിങ് മീ ക്ലോസ്ലി, ഫോളോവിങ് മീ വിത്ത് ഹിസ് ഗേസ് എവറി ടൈം ഐ പാസ്റ്റ്, ഐ വാണ്ടഡ് ടു റെസ്റ്റിംഗ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൂവിന് ശേഷം V1 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ വാണ്ടഡ് ടു റെസ്റ്റ്.
resting alla, rest. I wanted to rest. To avoid the tedium of casual and importunate shipboard contacts, I gave no sign of having noticed the man. Okay, I gave no sign of havingന് ശേഷവും നമ്മൾ V3 ആണ് ഉപയോഗിക്കേണ്ടത്. I gave no sign of having dash the man. അവിടെ എന്താണ് വരിക? V3 ആണ് ഉപയോഗിക്കേണ്ടത്. having അതിനുശേഷവും V3 ആണ്. യെസ്, നോട്ടീസ്ഡ്. വെരി ഗുഡ്. ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദ മാൻ. അപ്പോൾ ഒന്നാമത്തത് ന്യൂയോർക്ക് NY ക്യാപിറ്റൽ ലെറ്റർ, രണ്ടാമത്തത് വാസ്, മൂന്നാമത്തത് ക്ലോസ്ലി, നാലാമത്തത് റെസ്റ്റ്, അഞ്ചാമത്തത് നോട്ടീസ്ഡ്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐ ആം a young doctor at that time and had just set up a practice in a working class district of London. On a foggy November night, I was awake by a loud banging on the door. Hurriedly, I throw on some clothes and go downstairs. ഇവിടെ 4 മിസ്റ്റേക്കുകളുണ്ട്. ABCD എന്ന് പറഞ്ഞത് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, ആദ്യത്തത് പറയുക. ഐ ആം എ യങ് ഡോക്ടർ. ഇവിടെ ഇത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്നുള്ള പാഠത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ നോക്കുന്ന സമയത്ത് ഐ വാസ് അല്ലേ, അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബുകളൊക്കെ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദാറ്റ് ടൈം. ഐ ആം എ യങ് ഡോക്ടർ അറ്റ് ദാറ്റ് ടൈം അല്ല, ആ സമയത്ത് പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് നമ്മളവിടെ ഉപയോഗിക്കണം. ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദാറ്റ് ടൈം, ഐ വാസ് ആണ്. ആൻഡ് ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് എ പ്രാക്ടീസ്, എ മെഡിക്കൽ പ്രാക്ടീസ് എന്നുണ്ട്, മെഡിക്കൽ പ്രാക്ടീസ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്ട് ഓഫ് ലണ്ടൻ ഓൺ എ ഫോഗി നവംബർ നൈറ്റ്. ഐ വാസ് അവേക്ക്. ഇവിടെ എന്താണ് പ്രശ്നം? ഐ വാസ് അവേക്ക്, ഞാൻ ഉണർന്നതല്ല, ഞാൻ എന്നെ ഉണർത്തിയതാണ്. അപ്പോൾ ഇവിടെ പാസീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. പാസീവ് ഫോം ആകുമ്പോൾ വാസ് പ്ലസ് V3 ആണ്. എല്ലാ പാസീവ് ഫോമിലും നമ്മൾ V3 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ വാസ് അവേക്കൻഡ്. ഓക്കെ, കറക്റ്റാണ്. ഐ വാസ് അവേക്കൻഡ് ബൈ എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോർ. ഹറിഡ്ലി ഐ ത്രോ ഓൺ സം ക്ലോത്ത്സ്. ഇവിടെയും എന്താണ് പ്രശ്നം? ഐ ത്രോ, ത്രോൺ, V1 V2 V3. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് ഈ പാരഗ്രാഫ്. അപ്പോൾ അതുകൊണ്ട് ത്രോ എന്നല്ല ഉപയോഗിക്കേണ്ടത്. ഐ ത്രൂ, THREW. ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ് ആൻഡ് അടുത്തത് ഗോ എന്നുള്ളത് V1 ആണ്, പാസ്റ്റ് ടെൻസ് ആണ് വേണ്ടത്. അപ്പോൾ V2 വെൻറ്റ് എന്ന് ഉപയോഗിക്കുക. ഓക്കെ, കറക്റ്റാണ്. അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇവിടെ ഐ വാസ്, എ എന്നുള്ളത് വാസ് ആണ്, B അവേക്കൻഡ് ആണ്, C ത്രൂ, THREW ആണ്, D വെൻറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് ഈ എഡിറ്റിംഗ്, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ മൊമെൻറ്റ് ലേറ്റർ ഐ വെയർ ഓക്യുപ്പൈയിങ് ദ വേക്കൻറ്റ് ചെയർ ബിസൈഡ് ദം. Halting, he told me that this had been their first visit to America. It was not entirely a trip holiday. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെയും ഇതുപോലെ 5 മിസ്റ്റേക്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റാണ്. ഒന്നാമത്തെ എ മൊമെൻറ്റ് ലേറ്റർ, ഐ സിംഗുലർ ആണ്. അപ്പോൾ നമ്മളിവിടെ ഐ വെയർ അല്ല, ഐ വാസ്. ഓക്കെ, കറക്റ്റ്. എ മൊമെൻറ്റ് ലേറ്റർ ഐ വാസ് ഓക്യുപ്പൈയിങ് ദ വേക്കൻറ്റ് ചെയർ. അപ്പോൾ വേക്കൻറ്റ് എന്താണ് പ്രശ്നം? VACENT. ഓക്കെ, എ മൊമെൻറ്റ് ലേറ്റർ ഐ വാസ് ഓക്യുപ്പൈയിങ് ദ വേക്കൻറ്റ് ചെയർ ബിസൈഡ് ദം. വേക്കൻറ്റ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഇതാണോ? ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. വേക്കൻറ്റ് VACE അല്ല, VACANT. എ വേക്കൻറ്റ് ചെയർ ബിസൈഡ് ദം. അപ്പോൾ വേക്കൻറ്റ് എന്നാണ് വേണ്ടത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്യുക. B.
ഇനി halting, he told me. halting എന്ന് പറയുമ്പോൾ അവിടെ ഒരു വെർബ് മാത്രമേ ആവുന്നുള്ളൂ. ഇവിടെ നമ്മൾക്ക് ഒരു അഡ്വേർബാണ് വേണ്ടത്. അപ്പോൾ halting അല്ല, haltingly. haltingly. See, haltingly എന്നാണ്. haltingly he told me that this had been their first visit to America. അമേരിക്ക എന്നുള്ളതിൽ എന്താണ് പ്രശ്നം? നേരത്തെ നമ്മൾ പറഞ്ഞ പങ്ക്ച്വേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്യാപിറ്റലൈസേഷൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അമേരിക്ക എന്നുള്ളതിൻ്റെ കറക്റ്റാണ്. അമേരിക്ക എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. Their first visit to America. A ക്യാപിറ്റൽ ലെറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യെസ്, കറക്റ്റ്. അമേരിക്ക. അതുപോലെ ഏത് രാജ്യത്തിൻ്റെ പേര് നമ്മൾ എഴുതുന്ന സമയത്തും അതിൻ്റെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം നിർബന്ധമായിട്ടും എഴുതുക. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ട്രിപ്പ് ഹോളിഡേ. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ എന്തോ ഒരു വിഷയമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണ് അത് നമ്മൾ ആലോചിച്ചാൽ നമുക്കത് കിട്ടും. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ടെൻസിൻ്റെ മിസ്റ്റേക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹോളിഡേയ്സ് ആണോ വേറൊരു പ്രധാനപ്പെട്ട. ഹോളിഡേയ്ക്ക് എന്തിനാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നത്? ഹോളിഡേയ്ക്ക് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുമല്ല. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് വേർഡ് ഓർഡർ. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ട്രിപ്പ് ഹോളിഡേ അല്ല, എ ഹോളിഡേ ട്രിപ്പ്. വേർഡ് ഓർഡർ നമ്മൾ മറന്നു പോകരുത്. ഒരെണ്ണം വേർഡ് ഓർഡർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പാണ്, ട്രിപ്പ് ഹോളിഡേ അല്ല. വേർഡ് ഓർഡർ, വേർഡിൻ്റെ ഓർഡർ മാറിപ്പോയതാണ്. എ ഹോളിഡേ ട്രിപ്പ് എന്നാണ് ഇവിടെ വേണ്ടത്. യെസ്, കറക്റ്റ്. അപ്പോൾ എ വാസ്, ബി വേക്കൻറ്റ്, VACANT, സി haltingly, ഡി എ ക്യാപിറ്റൽ ലെറ്റർ അമേരിക്ക, ആൻഡ് ഇ ഹോളിഡേ ട്രിപ്പ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. I were also an early writer, and when I began to write in about an age of 7, stories in pencil with crayon illustrations that my poor mother was obliged to read. I write exactly the kind of stories I was reading. ഇവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? യെസ്, ആദ്യത്തത് എന്താണ്? വേറല്ല, ബഹുവചനമല്ല വേണ്ടത്, ഏകവചനമാണ് വേണ്ടത്. I was also an early writer, and when I began to write, അല്ലേ, ടൂവിന് ശേഷം ഞാൻ പറഞ്ഞു V1 ആണ് വരിക, റോട്ട് എന്ന് വരില്ല. അപ്പോൾ I began to write in about an age of 7 stories in pencil with crayon illustrations that my poor mother was obliged to read. അവിടെ ടെൻസ്, ഈ ഒരു പാരഗ്രാഫിൻ്റെ ടെൻസ് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ റൈറ്റ് അല്ല ഇവിടെ വേണ്ടത്, രണ്ടാമത്തെ റൈറ്റാണ്. മൂന്നാമത്തത് എന്താണ് വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ മൊത്തം യെസ്, ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ഈ ഒരു പാരഗ്രാഫ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. I wrote exactly the kind of stories I was reading. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Mr. Thorett frowned. I am not sure, he replied. I has never let him out at his cage on his own. So really I don't know. ഇവിടെയുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ആദ്യം മിസ്റ്റർ തോററ്റ് ഫ്രോണ്ട്. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. FROWNED ആണ്. FRONWD അല്ല, FROWNED. ഫ്രൗണ്ട്, മുഖം ചുളിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ആദ്യത്തത്. ഫ്രൗണ്ട്, FROWNED. I am not sure, he replied. I has never let him. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഐ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഹാസ് എന്ന് പറയില്ല. ഓക്കെ, ഇവിടെ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. I has never let him എന്നല്ല, I have never let him out. ഇനി അവിടെ ഒരു പ്രശ്നമുണ്ട്. ലെറ്റ് ഹിം ഔട്ട് അറ്റ് ഹിസ് കേജ് അല്ല. ഇല്ല, ഞാൻ ഇവിടെ പിന്നെ മിസ്റ്റേക്സ് അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോയതാണ്. എങ്കിലും നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്നുള്ളത്. അപ്പോൾ ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് അറ്റ് അല്ല, അറ്റ് എന്നുള്ളത് അവിടെ റോങ് ആണ്. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് on his own. So really I don't knew.
അവിടെ ഐ ഡോണ്ട് ഞാൻ പറഞ്ഞു ഡു ഡസ് ഡിഡ് ഇതിനൊക്കെ ശേഷം V1 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ ഡോണ്ട് നോ ആണ്, KNOW. ഉത്തരങ്ങൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ടല്ലല്ലോ നിങ്ങൾ ടൈപ്പ് ചെയ്തത്. ഓക്കെ, മിസ്റ്റർ തോററ്റ് ഫ്രൗണ്ട്. അടുത്തത് ഐ ഹാസ് അല്ല ഐ ഹാവ്. ഔട്ട് അറ്റ് അല്ല ഔട്ട് ഓഫ്. ഡോണ്ട് ന്യൂ അല്ല ഡോണ്ട് നോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. When the doctor was sitting at a chair, he was coiled by a snake. He tried to stood up, but he couldn't. Then the snake looked into the mirror. It slithered to the mirror. He ran to their friends. ഇവിടെയുള്ള മിസ്റ്റേക്സ് അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ ഒന്ന്, when the doctor was sitting at a chair. നമ്മൾ ഒരിക്കലും സിറ്റിംഗ് അറ്റ് എ ചെയർ എന്ന് പറയാറില്ല, സിറ്റിംഗ് ഓൺ എ ചെയർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രപ്പോസിഷൻ റോങ് ആണ്. അറ്റല്ല ഓൺ ആണ് വേണ്ടത്. when the doctor was sitting on a chair, he was coiled by a snake. He tried to stood up. അല്ല, stood up, അതെ, സിറ്റിംഗ് ഓൺ എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ടൂവിന് ശേഷം V1 ആണ് ഉപയോഗിക്കുക. he tried to stood up എന്ന് പറയില്ല, he tried to sit. he tried to stand up, but he couldn't. Then the snake looked into the mirror. അപ്പോൾ അവിടെ past tense ഉപയോഗിക്കണം, look അല്ല looked. Then the snake looked into the mirror. It slithered to the mirror. He ran to their friends അല്ല, he ran to his friend's house അല്ലേ. അപ്പോൾ ഇവിടെ his എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The cobra and mongoose came face to face. Cobra know only too well that the mongoose were a superb fighter, clever and aggressive. He could move swift and strike with the speed of light. ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കുകൾ ഞാൻ പറയാം. ഒന്നാമത്തത് കോബ്ര നോ ഓൺലി ടു വെൽ. ആ നോ എന്നുള്ള വാക്ക് അവിടെ ഏതാണ് വരിക? അവിടെ പാസ്റ്റ് ടെൻസ് ആണ്. ഈ ഒരു പാരഗ്രാഫ് മൊത്തം പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോ അല്ല ന്യൂ. ഓക്കെ, ഗുഡ്. ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ മംഗൂസ് വെയർ. അവിടെ എന്താണ് പ്രശ്നം? മംഗൂസ് വെയർ എന്നുള്ളിടത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ മംഗൂസ് വെയർ എന്നുള്ളതിൽ എന്താണ് പ്രശ്നം? അവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് പ്രശ്നമാണ് അല്ലേ. മംഗൂസ് എന്നുള്ളത് സിംഗുലറാണ്, ബഹുവചനമല്ല, ഏകവചനമാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിലെ ഏകവചനമാണ് അവിടെ ഉപയോഗിക്കുന്നത്, വാസ്. യെസ്, മംഗൂസ് വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലെവർ ആൻഡ് അഗ്രസീവ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്. അവിടെ എന്താണ് പ്രശ്നം? സ്വിഫ്റ്റ് എന്നുള്ളതല്ല അവിടെ വേണ്ടത്, അവിടെ മൂവ് അഡ്വർബാണ് വേണ്ടത്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, ആൻസർ നിങ്ങൾ നോക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്താൽ എന്തായാലും കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയാൽ മതി. അതുപോലെ ആൻസറിൽ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആൻസർ തന്നെ എഴുതി വിടുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. On the second day out from New York, while make the round in the promenade deck, I suddenly became aware that one of the passenger was watching me close, but I gave no sign of having noticed the man. ഇവിടെയുള്ള മിസ്റ്റേക്ക് എന്തൊക്കെയാണ്? ഒന്ന്, while അല്ലേ. while എന്നുള്ളതിന് ശേഷം സാധാരണഗതിയിൽ നമ്മൾ ING ഫോമാണ് ഉപയോഗിക്കുക. while making, make അല്ല making, while making the round in the promenade deck. promenade എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പം പറ്റിയ മിസ്റ്റേക്കാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അത് ഇതിൽ വരുന്നില്ല. I suddenly became aware that one of the passenger അല്ലേ. one of the passenger എന്നുള്ളതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണത്? one of the എന്നുള്ളതിന് ശേഷം നമ്മൾ ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കും, പക്ഷേ ആ വാക്ക് ബഹുവചന വാക്ക് തന്നെ നമ്മളവിടെ ഉപയോഗിക്കണം. അപ്പോൾ one of the passengers അല്ല, one of the passengers was watching me close അല്ല closely, so watching me closely, but I gave no sign of having noticed the man. അപ്പോൾ making, അതുപോലെ passengers, closely.
ഇതാണ് ഈ പാരഗ്രാഫിലുള്ള മിസ്റ്റേക്സ്. അടുത്ത പാരഗ്രാഫ് നോക്കാം. മാർത്ത walked back to the house and locked herself in the bathroom. She was angry of grandfather even though she knew he was right, and she was angry with the both whichever they were. അപ്പോൾ ഇവിടെയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഒന്ന്, മാർത്ത walked, നമുക്കറിയാം ഈ ഒരു പാരഗ്രാഫ് പാസ്റ്റ് ടെൻസിലാണ് ഉള്ളത്. മാർത്ത walked back to the house and ലോക്ക് എന്ന് പറയുമ്പോൾ V1 ആണ്. അപ്പോൾ അവിടെ നമ്മൾ V2 ഉപയോഗിക്കണം. ലോക്ക് അല്ല, locked herself in the bathroom. She was angry of grandfather അല്ല, അവിടെ ഉപയോഗിക്കേണ്ട preposition angry with grandfather even though she knew she was right. Okay, and she was angry with the both whichever they were. whichever എന്നല്ല അവിടെ വേണ്ടത് whoever. അപ്പോൾ ഇവിടെ locked with right എന്നുള്ളത് ഇവിടെ ശരിയാണ്. he was right and she was angry with the both whichever അല്ല whoever they were. Okay, ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. The scholarship jacket is a story by Martha Salinas and is about a Mexican girl named Martha. Every year a scholarship jacket were presented to the class valedictorian. Texas school. The scholarship jacket was the only object in Martha's mind. She was skinny girl which was not very pretty. However, she was enough smart and had maintained an A+ average in her school. ഇവിടെ എന്തൊക്കെ മിസ്റ്റേക്കുകളുണ്ട്? ഇവിടെയുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ പറയുക. ഉത്തരം ഒന്നും കാണുന്നില്ല, നിങ്ങൾ തന്നെ ഉത്തരം പറയുക. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് എ സ്റ്റോറി, കുഴപ്പമില്ല, ബൈ മാർത്ത സാലിനാസ് and is about a Mexican girl named Martha. അവിടെ മാർത്ത കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കോമയാണ്. പക്ഷേ അവിടെ കോമയല്ല വരേണ്ട പങ്ക്ച്വേഷൻ മാർക്ക്, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് വരേണ്ടത്. പാരഗ്രാഫ് ഈസ് നോട്ട് അല്ലേ? പാരഗ്രാഫ് ക്ലിയർ അല്ലേ? The scholarship jacket is a story by Martha Salinas and is about a Mexican girl named Martha. Full stop ആണ് അവിടെ വേണ്ടത്, കോമയല്ല, ഫുൾ സ്റ്റോപ്പ്. അതിനുശേഷം എവ്രി, ഈ ക്യാപിറ്റൽ ലെറ്റർ വേണം. എവ്രി ഇയർ കോമ എ സ്കോളർഷിപ്പ് ജാക്കറ്റ് വെയർ പ്രസൻറ്റഡ്. അവിടെ എന്താണ് പ്രശ്നം? അവിടെ പാസീവ് ഫോം തന്നെയാണ് വേണ്ടത്, പക്ഷേ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് അവിടെ ശരിയല്ല. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് സിംഗുലറാണ്, ഏകവചനമാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട വെർബും ഏകവചനം ആയിരിക്കണം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് പ്രസൻറ്റഡ് ടു ദി വാസ് പ്രസൻറ്റഡ് ടു ദി ക്ലാസ് വാലഡിക്ടോറിയൻ. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് ദ ഓൺലി ഒബ്ജക്റ്റ് ഇൻ മാർത്താസ് മൈൻഡ്. അവിടെ എന്താണ് പ്രശ്നം? പല കുട്ടികൾക്കും അവിടെ എന്താ ഒരു പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് പറയും അല്ലേ? അപ്പോൾ ഇവിടെ മാർത്താസ് മൈൻഡ് എന്നുള്ളത് അതിൻ്റെ അർത്ഥം മാർത്താസ്, അവിടെ ഒരു പങ്ക്ച്വേഷൻ മാർക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മാർത്തയുടെ മനസ്സിൽ. അപ്പോൾ ഒരാളുടെ പൊസഷൻ കാണിക്കണമെങ്കിൽ നമ്മളെപ്പോഴും അപ്പോസ്ട്രോഫി എസ് ആണ് ഇടേണ്ടത്. അപ്പോൾ മാർത്താസ് എന്നുള്ളത് മാർത്ത അപ്പോസ്ട്രോഫി എസ് കറക്റ്റ്. മാർത്താസ് മൈൻഡ് ഷീ വാസ് എ സ്കിന്നി ഗേൾ വിച്ച് വാസ് നോട്ട് പ്രെറ്റി വെൽ. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഒരു സെൻറ്റൻസിൽ? ഷീ വാസ് എ സ്കിന്നി ഗേൾ വിച്ച് വാസ് നോട്ട് വെരി പ്രെറ്റി. അവിടെ എന്താണ് പ്രശ്നം? അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗണിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലേ? ഷീ വാസ് എ സ്കിന്നി ഗേൾ, അവിടെ ഒരു മനുഷ്യന് നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ഏതാണ്? വിച്ച് അല്ല, അവിടെ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. ഷീ വാസ് എ സ്കിന്നി ഗേൾ ഹൂ വാസ് നോട്ട് വെരി പ്രെറ്റി. ഹൗവർ ഷീ വാസ് ഇനഫ് സ്മാർട്ട്. ഇവിടെ ഇനഫ് സ്മാർട്ട് എന്നുള്ളതിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? അവിടെ വേർഡ് ഓർഡറിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. ഇനഫ് സ്മാർട്ട് എന്ന് നമ്മൾ പറയാറില്ല, സ്മാർട്ട് ഇനഫ്. ഓക്കെ, ഷീ വാസ് സ്മാർട്ട് ഇനഫ് ആൻഡ് ഹാഡ് മെയിൻറ്റെയിൻഡ് ആൻ A+ ആവറേജ് ഇൻ ഹെർ സ്കൂൾ. അപ്പോൾ ഈ ഇത്രയും മിസ്റ്റേക്കുകളാണ് ഈ ഒരു പാരഗ്രാഫിലുള്ളത്. അപ്പോൾ നിങ്ങളത് പഠിക്കുക. ഓക്കെ കറക്റ്റാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Wonka folded the sheet of paper and put it on an envelope which he had brought the day before for a kopeck. Then he paused to think, dipped his pen into the ink pot and wrote
to grandfather of the village. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? വാങ്ക ഫോൾഡഡ് ദ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇറ്റ് ഓൺ അല്ല. ഓൺ എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊപ്പോസിഷൻ ഇൻ ടു. ഒരു ഒറ്റ വാക്കാണ്. അപ്പോൾ പുട്ട് ഇറ്റ് ഇൻ ടു ആൻ എൻവലപ്പ് which he had brought. എന്ന് വെച്ചാൽ കൊണ്ടുവരിക. പക്ഷേ ഇവിടെ വാങ്ങി എന്ന അർത്ഥം വരുന്ന വാക്ക് ബൈ എന്നുള്ളതിൻ്റെ V3 ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ bought, BOUGHT, bought the day before for a kopeck. Then he paused. ഇവിടെ pause എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. പക്ഷേ ഈ പാരഗ്രാഫ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് നമ്മളിവിടെ paused. Then he paused to think. കോമ വേണം അതിനുശേഷം. dipped his pen in the ink pot. into the ink pot അല്ല, into മാറ്റിയിട്ട് നമ്മളവിടെ in എന്നാക്കണം. in the ink pot and wrote to grandfather of the village. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം, 2 ഉദാഹരണം, അതിൻ്റെ ആൻസറും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേഗം ഒന്ന് വായിച്ചു പോകാം. മോസ്കോ ഈസ് എ ബിഗ് ടൗൺ. there were so many gentlemen's houses and such a lot of horses. The boys let you sang in church during Christmas. They sell fishing hooks with any fish you like. അപ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. മോസ്കോ ഈസ് എ ബിഗ് ടൗൺ. അപ്പോൾ വെയർ അല്ല അവിടെ വേണ്ടത്, പ്രസൻറ്റ് ടെൻസിലാണ് ഈ പാരഗ്രാഫ് മുഴുവൻ. അതുകൊണ്ട് നമ്മളവിടെ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ബഹുവചനം ആണ്. അപ്പോൾ there are എന്ന് ഉപയോഗിക്കുക. there are so many gentlemen's houses. gentlemen apostrophe s വേണം. gentlemen's houses and such a lot of horses. the boys let you അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റ് യു സിങ് ഇൻ ചർച്ച് ഡ്യൂറിങ് ക്രിസ്മസ്. ദേ സെൽ ഫിഷിംഗ് ഹുക്സ്. ഫോർ ആണ് അവിടെ ഉപയോഗിക്കേണ്ട പ്രൊപ്പോസിഷൻ വിത്ത് അല്ല, ഫോർ എനി ഫിഷ് യു ലൈക്ക്. അടുത്തത് നോക്കാം. ഐ ആം സോ എക്സൈറ്റഡ്. ഐ കുഡ് മെറ്റ് ദ ഡോക്ടർ ഫോർ ദ സെക്കൻഡ് ടൈം. സ്റ്റിൽ ഐ റിമെമ്പേഴ്സ് ദാറ്റ് നൈറ്റ്. Then I was only 17 and doctor whom was practicing in London was living next to me. I fell in bad company and almost destroyed myself with drugs and gambling. Thank God now I am saved. അപ്പോൾ ഇവിടെയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? I am so excited. I could met എന്ന് നമ്മൾ പറയാറില്ല, കാരണം ഓക്സിലറി വെർബ്സിന് ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ കുഡ് മെറ്റ് അല്ല, ഐ കുഡ് മീറ്റ്. ഐ ആം സോ എക്സൈറ്റഡ്. ഐ കുഡ് മീറ്റ് ദ ഡോക്ടർ ഫോർ ദി സെക്കൻഡ് ടൈം. സ്റ്റിൽ ഐ, അപ്പോൾ അവിടെ പ്രസൻറ്റ് ടെൻസ് ആണ് വേണ്ടത്. സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ് നൈറ്റ്. ദെൻ ഐ വാസ് ഓൺലി 17 ആൻഡ് ഡോക്ടർ ഹും അല്ല വേണ്ടത്, അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഹു ആണ്. ദ ഡോക്ടർ ഹു വാസ് പ്രാക്ടീസിങ് ഇൻ ലണ്ടൻ വാസ് ലിവിങ് നെക്സ്റ്റ് ടു മീ. ഐ ഫെൽ ഇൻ ബാഡ് കമ്പനി ആൻഡ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയിഡ് മൈസെൽഫ്. നമ്മൾ പറയാറില്ല, മൈസെൽഫ്, MYSELF, മൈസെൽഫ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ഗാംബ്ലിംഗ്. താങ്ക് ഗോഡ് നൗ ഐ ആം സേവ്ഡ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പ്രൊനൗണിൻ്റെ ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹു എന്ന് മനുഷ്യരാണെങ്കിൽ ഹു എന്നും, വേറെന്തെങ്കിലും വസ്തുവാണെങ്കിലും വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എന്നുള്ളത് ഉപയോഗിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു പാരഗ്രാഫ്. ഇനി അടുത്തത്, ഐ ടേക്സ് എ ക്ലോസ് ലുക്ക് വിത്ത് മൈ ഫേസ് ഇൻ ദ മിറർ വൈൽ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഐ വുഡ് ഷേവ്ഡ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോസ്റ്റ് ഹാൻസം. ഇവിടെയുള്ള മിസ്റ്റേക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. പാസ്റ്റ് ടെൻസിലാണ് ഈ ഒരു പാരഗ്രാഫ്. ഓക്കെ, ഐ took a close look at my face in the mirror. അവിടെ അത് കഴിഞ്ഞതിന് ശേഷം വൈൽ എന്നാണ് വന്നിരിക്കുന്നത്. വൈൽ എന്നുള്ള വാക്ക് അവിടെ ശരിയാവില്ല, അവിടെ ഉപയോഗിക്കേണ്ട വാക്ക് ആൻഡ്. അപ്പോൾ പിന്നെ നമുക്ക് കോമയുടെ ആവശ്യവും അവിടെ ഇല്ല.
I took a close look with my face. With my face എന്ന് നമ്മൾ പറയാറില്ല. I took a close look at my face in the mirror and made an important decision. I would-ന് ശേഷം V1 ആണ് വേണ്ടത്. I would shave daily and grow a thin mustache to look most handsome എന്ന് പറയാറില്ല, more handsome. ഓക്കെ, ഇനി മറ്റ് രണ്ട് ഉദാഹരണങ്ങളും കൂടി നോക്കാം. I seized the bird flung nearly 20 feet across a garden which after fluttering in a while he lay still. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് വേണ്ടത്. അപ്പോൾ I seized എന്നൊരിക്കലും പറയില്ല. I saw the bird flung nearly 20 feet across a garden എന്നല്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏതോ ഗാർഡൻ അല്ല, നമുക്ക് അറിയുന്ന ആ ഒരു ഗാർഡൻ, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗാർഡൻ തന്നെയാണ്. അപ്പോൾ the garden. I saw the bird flung nearly 20 feet across the garden. അടുത്തത് ആ ഒരു ലൊക്കേഷനെ കാണിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. where after fluttering in a while അല്ല, fluttering for a while he lay still എന്ന് നമ്മൾ പറയാറില്ല. he എന്നുള്ള പ്രൊനൗൺ നമ്മൾ മനുഷ്യർക്കാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു പക്ഷിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് lay still. മറ്റൊരു ഉദാഹരണം, he had never tried to taming it, so wild mongoose was most useful as a domesticated one. അപ്പോൾ ഇവിടെയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? he had never tried to-ന് ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കുക, ing ഫോം ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ he had never tried to tame it. ഇനി സോ അല്ല അവിടെ വേണ്ടത്, ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ, അല്ലേ, മോർ ദാൻ എന്നുള്ള ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ഓക്കെ, ഇനി ഇന്നത്തെ അവസാനത്തെ ലാസ്റ്റ് ഒരു കുറച്ചെണ്ണം നമ്മളൊന്ന് നോക്കുകയാണ്. അതിൻ്റെ ആൻസേഴ്സും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. I was almost back at my classroom door, who I heard voices raised in anger as if in some sort of an argument. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what do to. I needed those shorts and I was going to be late, but I didn't want to interrupt an agreement between my teachers. അപ്പോൾ ഇവിടെയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് അറ്റ് മൈ ക്ലാസ് റൂം ഡോർ. അവിടെ വേണ്ടത് വെൻ ആണ്. ഹു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. വെൻ എന്നുള്ളത് സമയത്തെ കാണിക്കുന്ന റിലേറ്റീവ് പ്രോനൗണാണ്. ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് അറ്റ് മൈ ക്ലാസ് റൂം ഡോർ വെൻ ഐ ഹേർഡ് വോയിസസ് റൈസ്ഡ് ഇൻ ആങ്കർ ആസ് ഇഫ് ഇൻ സം സോർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്. ആർഗ്യുമെൻ്റ് എന്നുള്ളത് അവിടെ ശരിയാണ്, ആർഗ്യുമെൻറ്റ്. I stopped. I didn't mean to eavesdrop. I just hesitated, knowing what do to. Do to എന്നുള്ളത് വേർഡ് ഓർഡർ മിസ്റ്റേക്ക് ആണ്. What to do. I needed those shorts and I was going to be late, but I didn't want it. അല്ല, did എന്നുള്ളതിന് ശേഷം V1 ആണ് ഉപയോഗിക്കുക. I didn't want to-ന് ശേഷം V1 ആണ് ഉപയോഗിക്കുക. To interrupt an agreement between my teachers. ഇനി രണ്ടാമത്തെ നോക്കാം. ഐ റെഫ്യൂസ് ടു ഡിഡ് ഇറ്റ്. അവിടെയും ടു-ന് ശേഷം V1 ആണ് വേണ്ടത്. ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ വിച്ച് ഹെർ ഫാദർ ഈസ്. അപ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. മാർത്തയുടെ എന്നർത്ഥം വരുന്ന മാർത്ത അപ്പോസ്ട്രോഫിയസ് ആണ് ഇവിടെ വേണ്ടത്, മാർത്താസ്. ഐ വോണ്ട് ലൈ ഓർ ഫാൾസിഫൈ റെക്കോർഡ്സ്. മാർത്ത ഹാവ്, അല്ലേ, മാർത്ത ഹാവ് എന്നും പറയില്ല, മാർത്ത സിംഗുലർ ആണ്. അപ്പോൾ മാർത്ത ഹാസ് എ സ്ട്രേറ്റ് എ പ്ലസ് ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. യു നോസ് ഇറ്റ് അല്ല, യു ബഹുവചനമാണ്. അപ്പോൾ ബഹുവചനമായ നോ, എസ് ഇല്ലാത്ത ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ആൻഡ് യു നോ ഇറ്റ്. ഓക്കെ, ദാറ്റ് വാസ് മിസ്റ്റർ സ്മിത്ത് ആൻഡ് ഹീ സൗണ്ടഡ് വെരി ആംഗ്രി. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. ക്വയറ്റ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് QUIET. ഓക്കെ,
അടുത്തത് നോക്കാം. ഐ ഗോ ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്സ് ദെയർ വാസ് ഹി. ഐ ഗോ ഔട്ട്സൈഡ്, അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലാണ് ഈ ഒരു പാരഗ്രാഫ്. അപ്പോൾ ഐ വെൻറ്റ് ഔട്ട്സൈഡ്, ഐ വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്. ദെയർ വാസ് ഹി അല്ല, ദെയർ ഹി വാസ്. വേർഡ് ഓർഡറാണ്. ഐ കുഡ് സോ, കുഡിന് ശേഷം V1 ആണ്. ഐ കുഡ് സീ ഹിം വാക്കിംഗ് ബിറ്റ്വീൻ ദ റോസ്, ഹിസ് ബോഡി ബെൻറ്റ് ഓവർ എ ലിറ്റിൽ പ്ലാന്റ്, ഹൗ ഇൻ ഹാൻഡ്. I walked slow അല്ല, slowly out to him, trying to think എന്നാണ് ഉപയോഗിക്കുക. ടൂന് ശേഷം V1 ആണ് വേണ്ടത്. Trying to think how I could best ask him for the money. There was a cool breeze blowing and a sweet smell of mesquite fruit in the air, and I didn't appreciate that. Appreciate എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് APP ആണ്, APPRECIAT ആണ്. ഇവിടെ ഒരു P ഉള്ളൂ, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അടുത്തത് ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് $15. ഡോളേഴ്സിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, DOLLARS ആണ്. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് എന്നാണ് അവിടെ വേണ്ടത്. ടൂന് ശേഷം V1 ആണ്, ഐക്ക് ശേഷം ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമാറോ, അതർവൈസ് ഇറ്റ് വിൽ ബി. ഗേവ് അല്ല, ഇറ്റ് വിൽ ബി പാസീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ് വിൽ ബി ഗിവൺ ടു someone else. The last words came out in an eager rush. Grandpa straightened up. Tired അല്ല ഇവിടെ വേണ്ടത്, tiredly അഡ്വർബാണ് വേണ്ടത്. And leaned his chin on the hoe handle. He looked എന്നാണ് വേണ്ടത്, പാസ്റ്റ് ടെൻസിലാണ് പാരഗ്രാഫ്. He looked out over the field that was filled with the tiny green bean plants. ഇനി അവസാനത്തത്, but he bring his own doom on himself. Bring അല്ല, past tense ആണ് വേണ്ടത്. brought his own doom on himself. One of adults joy where അല്ലേ, one of എന്നുള്ളത് സിംഗുലർ ആണ്, പ്ലൂറൽ ഫോം ഉപയോഗിക്കണം, പക്ഷേ സിംഗുലർ ആണ്. അപ്പോൾ was to scuffle wildly through the lace curtains in the parlor, a proud possession of my mother apostrophe s വേണം, as though through some foamy undergrowth. He had already അവിടെ tear അല്ല, past tense ആണ് വേണ്ടത്. torn rents in them. One day he entangled himself altogether. He kicked and screamed, past tense വേണം, and brought down the curtain rod with a smash. അവിടെ curtain എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, CURTAIN. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറേ എക്സാമ്പിൾസ് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റീസൺസും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ ഉപകരിക്കും. അതുപോലെ തന്നെ ഈ A+ മാർക്ക് മേടിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഷെയർ ചെയ്യുക. കാരണം പല കുട്ടികൾക്കും A+ നഷ്ടപ്പെടുന്നത് ഈ ഒരു എഡിറ്റിങ്ങിലാണ്. അപ്പോൾ എഡിറ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ എഡിറ്റിങ്ങിൻ്റെ 6 മാർക്കും കിട്ടും. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കൂടുതലെടുത്തു, പക്ഷേ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ലെങ്തി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ട, ഒരു 10ാം ക്ലാസ്സിലെ SSLC വിദ്യാർത്ഥി പഠിക്കേണ്ട എല്ലാ ഗ്രാമർ ഭാഗങ്ങളും എഡിറ്റിങ്ങിൽ വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ എഡിറ്റിങ്ങിന് കണ്ടാൽ മതി, വേറെ ഒരു വീഡിയോയും കാണേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് സമയം കൂടുതലുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ എല്ലാ കാര്യങ്ങളും, അപ്പോൾ എല്ലാ മെറ്റീരിയലിനുമുള്ള എഡിറ്റിംഗ് ഞാൻ കമ്പൈൽ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലതൊരൊറ്റ ഇതായിട്ട് അല്ലേ, ഒരു 10-20 വീഡിയോ കാണുന്നതിനേക്കാളും നല്ലതൊരൊറ്റ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വൃത്തിയായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണങ്ങൾ, എഡിറ്റിങ്ങിൽ ആ മിസ്റ്റേക്സ് എന്താണ്, ആ മിസ്റ്റേക്ക് അങ്ങനെ വരാനുള്ള കാരണം എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇന്ന് സമയം കൂടുതൽ എടുത്തതുകൊണ്ട് ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല. പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്, നിങ്ങളത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഗ്രാമർ ഭാഗം ഇന്നത്തോടു കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ലൈവ് ക്ലാസ്സിൽ 2 പാഠങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, പല ജില്ലകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് വന്നിട്ടുള്ള
അപ്പോസ്ട്രോഫി എവിടെയാണ് കൊടുക്കേണ്ടത്? അപ്പോസ്ട്രോഫി ഒരാളുടെ പേര്, ആ പേരിൻ്റെ അവസാനം അപ്പോസ്ട്രോഫി എസ് അല്ലേ. ദിസ് ഈസ് അനൂപ്സ് ചാനൽ അല്ലേ, അനൂപ് അപ്പോസ്ട്രോഫി എസ് അല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ പൊസഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് അരുൺസ് മൊബൈൽ ഫോൺ, അരുൺ ARUN, അരുൺ അപ്പോസ്ട്രോഫി എസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അടുത്ത ദിവസം നമ്മൾ 2 പാഠങ്ങളും അതുപോലെ പല ജില്ലയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സമയം ഇത് തന്നെയായിരിക്കും, 9 മണിയായിരിക്കും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.